എവിടെയായിരുന്നു താമസിച്ചത്. അപ്പം വ്യാജ സത്യവാങ്മൂലം കൊടുത്തു. വളരെ ഗുരുതരമായ ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരാൾ, അതിനു മുമ്പ് രാജ്യസഭാ മെമ്പറായിരുന്ന ഒരാൾ വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ട് ചേർത്തി ആ വോട്ട് നമ്പർ വെച്ചിട്ടാണ് പാർലമെന്റിൽ മത്സരിച്ചത്. അതുകൊണ്ട് ഈ വോട്ട് അസാധുവാകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം. നമസ്കാരം. സുരേഷ് ഗോപി രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ കോൺഗ്രസ് ഒരു പരാതി കൊടുത്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. TN പ്രതാപൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൊടുത്തു എന്നറിയുന്നു. സാറും അതിൽ ഉൾപ്പെട്ടു എന്നറിയുന്നു. അപ്പം എന്ത് പരാതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ പരാതിയിൽ ഉദ്ദേശിക്കുന്നത്, അതിലെ വകുപ്പുകളൊക്കെ എങ്ങനെയാണ്? സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശൂർ അസംബ്ലി നിയോജകമണ്ഡലം 115 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അയാൾ അവിടെ വോട്ട് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടത്തെ സ്ഥിരതാമസക്കാരൻ 6 മാസത്തിലധികമായി ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്ന സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഇദ്ദേഹത്തിന് തിരുവനന്തപുരം കോർപ്പറേറ്റ് ശാസ്തമംഗലം ഡിവിഷനിൽ 3-ാം നമ്പർ ബൂത്തിൽ ഇപ്പോഴും വോട്ട് നിൽക്കുകയാണ്. ആ വോട്ട് എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ മദർ വോട്ടർ പട്ടികയിൽ നിൽക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിന് സ്ഥിരതാമസമായ ശാസ്തമംഗലത്തെ വോട്ട് നിൽക്കെ അത് മറച്ചു വെച്ച് ഇദ്ദേഹം തെറ്റായ സത്യവാങ്മൂലവും കൃത്രിമ രേഖയും ചമച്ച് ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിനെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്താനുള്ള നിയമം ലംഘിച്ചുകൊണ്ട് ചേർത്ത് കൃത്രിമ രേഖ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് പുറത്ത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം വരെ നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് പോകും. ഇതാണ് ഇതിന് കൊടുത്ത പരാതി. അതായത് ഒരു രാജി പ്രതീക്ഷിക്കണം സുരേഷ് ഗോപിയുടെ. ഇത് തെളിയുകയാണെങ്കിലാണോ, അല്ലെങ്കിൽ ഇത് ഇതിനു മുകളിൽ, അതായത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം നമുക്ക് പേര് ചേർത്ത് 30 ദിവസത്തിനകത്താണ് പരാതി വരേണ്ടത്. പക്ഷെ അതല്ല ഞങ്ങൾ പറയുന്നത്. കൃത്രിമ രേഖ ഉണ്ടായിരിക്കുന്നതിന് ക്രിമിനൽ കേസ് എടുക്കുന്ന പറഞ്ഞാണ് സിറ്റി പോലീസ് കമ്മീഷണർ പരാതി കൊടുത്തിരിക്കുന്നത്. അത് സിറ്റി പോലീസ് കമ്മീഷണർ വളരെ കൃത്യമായി പരിശോധിച്ച്, അതായത് 115 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം 115-ാം നമ്പർ ബൂത്ത്, ഇപ്പൊ റിവിഷൻ കഴിഞ്ഞപ്പോൾ 116ആയി. കഴിഞ്ഞ 115-ാം ബൂത്തിലെ വോട്ടർ പട്ടിക ജില്ലാ ERO ആയ കളക്ടറുടെ കയ്യിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശേഖരിച്ച് അത് പരിശോധിച്ച് ഇപ്പോഴും കോർപ്പറേഷന്റെ മദർ വോട്ടേഴ്സ് ലിസ്റ്റിൽ, സപ്ലിമെന്ററി വോട്ടേഴ്സ് ലിസ്റ്റ് അല്ല, മദർ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാലങ്ങളായി അവിടെയുള്ള കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ നിൽക്കുകയാണ്. കൂടാതെ ഇദ്ദേഹം ഈ കാര്യത്തിൽ അതിവിദഗ്ധനാണ്. കൃത്യമായ താമസരേഖ ഉണ്ടാക്കുന്നതിൽ അതിവിദഗ്ധനാണ്. മുൻപ് ഒരു കേസ് ഓർമ്മയുണ്ടല്ലോ, പോണ്ടിച്ചേരിയിലെ വണ്ടി മേടിക്കാൻ വേണ്ടി, വാഹനം മേടിക്കുന്ന രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോണ്ടിച്ചേരിയിൽ റെസിഡൻഷിപ്പ് ഉണ്ടാക്കിയൊരു കേസുണ്ട്. ഇദ്ദേഹം റെസിഡൻഷിപ്പ് ഉണ്ടാക്കുന്ന വ്യാജമായ താമസരേഖകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം അതിവിദഗ്ധനാണ്. അതുപോലെ എടുത്തു പറയേണ്ടതാണ്, സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിക്കൊക്കെ 2 വോട്ടുകൾ ഉണ്ട് എന്നറിയുന്നു. പിന്നെ വി മുരളീധരൻ ഈ ആരോപണങ്ങൾ നേരിട്ടത് ഒറ്റ വോട്ടാണുള്ളത്. ഒറ്റ വോട്ടല്ലേ ചെയ്തുള്ളൂ, അതെങ്ങനെ കള്ളവോട്ടാവും എന്നൊക്കെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തുകയുണ്ടായി. എങ്ങനെയാണ് ആ ഒരു പ്രസ്താവന, ഇത്രയും ലാഘവത്തോടെ സംസാരിക്കുന്ന വി മുരളീധരന്റെ ഈ പ്രസ്താവന, ഇരട്ട വോട്ടുകൾ, ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികകത്ത് 2 സ്ഥലത്ത് വോട്ട് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കുറ്റമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഒരു സ്ഥലത്ത് വോട്ട് ചേർക്കുമ്പോൾ മറ്റെവിടെ ഞാൻ കൊടുത്ത രേഖകളെല്ലാം സത്യമാണെന്നും അത് സത്യവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കാമെന്ന് പറഞ്ഞാൽ അഫിഡവിറ്റ് കൊടുത്തിനകത്ത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, ഇന്ത്യൻ പൗര വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. അങ്ങനെ ചേർത്ത ഒരു കക്ഷി സുഭാഷ് ഗോപിക്ക് കൊല്ലത്തോടിന് വോട്ട് പേരുള്ളത് തന്നെ ഏറ്റവും വലിയ കുറ്റമാണ്. അത് 2 വോട്ട് ചെയ്തോ 1 വോട്ട് ചെയ്തോ എന്നല്ല തർക്കം. ഇത് തന്നെ കുറ്റമാണ്. വോട്ട് ചെയ്തതല്ല വിഷയം, ഇത് തന്നെ കുറ്റമാണ്. ഇതിന് ക്രിമിനൽ കേസ് തന്നെ അതിനുവേണ്ടി ചമച്ച രേഖ, അതായത് സുരേഷ് ഗോപി മാത്രമല്ലല്ലോ ഇവിടെ വോട്ട് ചേർത്തത്, അതിന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ചമച്ച മുഴുവൻ രേഖയും കൃത്യം രേഖയാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രതിഷേധ മാർച്ച്, അതിന് നേരെ ഉണ്ടായ അക്രമങ്ങൾ, അവരെ വലിച്ചഴച്ചാണ് MP-മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതൊക്കെ. ആ ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിടുപണിയുടെ ഒരു ഉപോൽപ്പന്നം മാത്രമാണിത്. ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യുന്ന ഒരു ഉപോൽപ്പന്നം മാത്രമാണ് അതിന് കാണണ്ടോ? എത്ര മേലെ അവർക്ക് മറയ്ക്കാം. ഒരു പക്ഷേ എല്ലാ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒട്ടുകൊള്ളയാണ് നമ്മൾ കണ്ടത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികളായാലും പൊതുജനങ്ങളായാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടാകുന്ന വലിയ അഴിമതി ഇല്ലെന്ന് വിശ്വസിക്കുന്ന ജനതയായിരുന്നു നമ്മൾ.
ആ വിശ്വാസത്തെയാണ് വളരെ കൃത്യമായി രേഖകൾ, ജീവിക്കുന്ന രേഖകൾ വെച്ച് അല്ലെങ്കിൽ സോളിഡ് പ്രൂഫ് വെച്ച് രാഹുൽ ഗാന്ധി പുറത്ത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണം പിടിച്ചടക്കാൻ വേണ്ടി വിടുപണി ചെയ്തെന്ന് രേഖ പുറത്തു വന്നത്. അങ്ങനെ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്കെതിരെ നടത്തുന്ന സമരത്തെ ഈ രീതിയിൽ നേരിട്ടില്ലെങ്കിലേ നമ്മൾ അതിശയിക്കേണ്ടുള്ളൂ. പക്ഷെ ഇത്തരം രീതിയൊന്നും ഈ സമരങ്ങളെ അവസാനിപ്പിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രാജ്യത്തെ ഭരണകൂടത്തിനോ സാധിക്കില്ല. കോൺഗ്രസ് ഈ പോരാട്ടം വ്യാപകമായി രാജ്യത്ത് എല്ലാ ബൂത്ത് തലത്തിലേക്കും വ്യാപകമാക്കുക. അതായിരിക്കും കോൺഗ്രസ്. അതിപ്പോ ഇന്നലെ പ്രസ്താവനകളൊക്കെ ആ രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇനിയൊരു മത്സരം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അവിടെ ഉള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത കുറവാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ BJP പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് നിങ്ങൾ അന്നേ അറിഞ്ഞില്ലേ, നിങ്ങൾ അന്നേ ശ്രദ്ധിച്ചില്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എപ്പോഴും തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് കഴിയും. അതിനെങ്ങനെയാ നോക്കി? അതായത് അന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്നത്തെ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, അന്നത്തെ തൃശ്ശൂർ MP-യുമായ TN പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ജില്ലാ ഭരണാധികാരിക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതികളൊന്നും പരിശോധിക്കപ്പെട്ടില്ല. അതും കഴിഞ്ഞില്ല. ഞങ്ങൾ പൂങ്കുന്നം മേഖല, അതായത് തൃശ്ശൂർ കോർപ്പറേഷന്റെ പൂങ്കുന്നം മേഖലയിലെ ഒരു സഹോദരിയുടെ ഫ്ളാറ്റിൽ ആ സഹോദരി അറിയാതെ 9 വോട്ടുകൾ കടന്നു വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയ 9 വോട്ടും തർക്കം വന്നതിന്റെ പേര് വോട്ട് ചെയ്യാതെ പോയി. ഞങ്ങൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയല്ല അത്. ഞങ്ങളിത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് മുന്നേ റൈസ് ചെയ്ത കോൺഗ്രസ് പരാതി നിൽക്കുകയാണല്ലോ. ആ പരാതിയുടെ അനുബന്ധമായിട്ടാണ് ഇന്ന് ക്രിമിനൽ കേസ് സുരേഷ് ഗോപിക്കെതിരെ എടുക്കണം പറഞ്ഞ കൊടുത്തിട്ടുള്ളത്. അതായത് അന്ന് കൊടുത്ത ആരോപണവും ഇന്ന് നൽകിയ പരാതിയും ഒന്നിച്ചു ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ്. ആവശ്യമായ പ്രൂഫുകൾ അടക്കം സഹിതമാണ് ക്രിമിനൽ കേസ്. നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ ഉൾക്കുറിപ്പ് തിരുത്തുക എന്നൊരു നടപടിക്രമമുണ്ട്. നമ്മൾ വോട്ടർ പട്ടിക, ആ ഉൾക്കുറിപ്പ് തിരുത്താൻ 30 days ആണ്. നമുക്ക് വരുന്നത് സപ്ലിമെന്ററി കഴിഞ്ഞു, മദർ ലിസ്റ്റ് വന്നു, സപ്ലിമെന്ററി കഴിഞ്ഞു, ഫൈനൽ ലിസ്റ്റാ. പിന്നെ കോഡ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് മാറി പിന്നെ വോട്ടർ പട്ടികയിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്താണ് നമ്മൾ അതിൽ കിട്ടുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന വീടുകളിൽ പോയി തർക്കമുണ്ടാക്കി ആളുകളോട് താമസക്കാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ വോട്ട് ചെയ്യാതെ മാറിപ്പോയത്. അതായത് അന്നേ ഉന്നയിച്ചു. പക്ഷെ നമുക്ക് ഇപ്പോ അതിന് തെളിവുകളും മറ്റുമായിട്ട് ഞങ്ങൾ അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോ തൃശ്ശൂർ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്.